ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഷർ സേമിയ മലയാളം. എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും എക്സാം എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. സോ ജനുവരി 3-ാം തീയതി തന്നെ എക്സാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രത്തോളം ഡീപ്പായിട്ടുള്ള പ്രിപ്പറേഷനിലാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓൺലൈൻ എക്സാമിന് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഓൺലൈൻ എക്സാം എഴുതുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങളുടെ കൺഫ്യൂഷൻ ഒരു 50% കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആവുക. എന്ന് വെച്ചാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോയെന്നും നിങ്ങളുടെ മൈൻഡിനെയും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. കാരണം ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഓൺലൈൻ എക്സാം എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഓൺലൈൻ എക്സാമിന് പോകുമ്പോൾ നോക്കേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 10-12 പോയിൻറ്റ്സ് നമുക്ക് മെയിനായിട്ട് തോന്നിയതെന്ന് ഉദ്ദേശിക്കുന്നതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ദി മെയിൻ പോയിൻ്റ് എന്ന് നമ്മൾ പറയുന്നത്, ഡോണ്ട് ബി സോ നെർവസ് ഓർ കൺഫ്യൂസ്ഡ്. ഓക്കെ, നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ഓൺലൈൻ എക്സാമിൽ വരുന്ന ഏറ്റവും വലിയ ഒന്നാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നമ്മളെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം എഴുതുന്നു, എന്താവും എങ്ങനെയാവും എന്നറിയില്ല. ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഇതിന് മുന്നേയായിട്ട് നമുക്ക് തരും. അപ്പം നമ്മൾ ആ എക്സാം എന്തായാലും എഴുതുമല്ലോ. സോ എക്സാം എന്തായാലും എഴുതുന്നതുകൊണ്ട് നമുക്ക് പകുതി കൺഫ്യൂഷൻസ് അവിടെ ഒഴിവായി കിട്ടും. എന്നാലും നമ്മൾ മറ്റ് എക്സാമിന് എഴുതും. ഇപ്പോൾ ഫിസിക്കൽ എക്സാമിനാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായിട്ടും. സോ നമ്മൾ ഇവിടെ പോകുമ്പോൾ നമ്മൾ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് കുറച്ച് ടെൻഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ആദ്യമേ ഈ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നെർവസ് ആവരുത്. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താവും, എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ നെർവസ് ആവരുത്. നമുക്കൊരു പ്രോക്ടർ ഉണ്ടെന്നറിയാം. പ്രോക്ടറുടെ ID, ഫോൺ നമ്പറൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. അതുകൊണ്ട് അത്ര നെർവസ് ആവേണ്ട കാര്യമില്ല, കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പോഴേ മൈൻഡിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് കളയുക. പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഇതിനെയും കൂടെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക. എന്തായാലും നമുക്കൊരു കാര്യം അറിയാമല്ലോ, നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്തായാലും എഴുതിയിട്ടേ വരുള്ളൂ. സോ നെർവസ് ആവേണ്ട ആവശ്യമില്ല. അത് അൺനെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. എക്സാം എഴുതുന്നത്, അതായത് ഫസ്റ്റ് എക്സാമിനായിരിക്കും നമുക്ക് മെയിൻലി അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരിക. സോ ഫസ്റ്റ് എക്സാം മോസ്റ്റ്ലി എല്ലാം തന്നെ അത്ര ടഫായിട്ടുള്ള എക്സാം അല്ല. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിലും സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിലും അത്ര ടഫായിട്ടുള്ളൊരു എക്സാം അല്ല. ഫസ്റ്റ് ഗ്രൂപ്പിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അപ്പം ഒത്തിരി പഠിക്കാനുണ്ട്. എന്നിരുന്നാലും അത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ആശ്വസിക്കാവുന്നൊരു സബ്ജക്റ്റ് ആണല്ലോ. അതുപോലെ ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിനാണെങ്കിൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജി മാനേജ്മെൻ്റ് ആണ്. അവർക്കും OMS അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്ര വെറീഡ് ആവണ്ട, ടെൻസ്ഡ് ആവണ്ട, കൺഫ്യൂസ്ഡ് ആവണ്ട. ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് പറയാനുള്ള ഫസ്റ്റ് പോയിൻ്റ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മൾ ഈ കൺഫ്യൂഷനിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക എന്നുള്ളത്. നമ്മൾ നോർമലി ഒരു എന്താ പറയുക, നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യും എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തിട്ടുണ്ടോ എന്ന്. പക്ഷേ നെർവസ് ഒക്കെ ആയുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മൾ വിട്ടുപോകും. അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവരുത്. സോ നമ്മൾ സാധാരണ നമുക്ക് 100 മാർക്കിന് എഴുതിയില്ലെങ്കിൽ സിസ്റ്റം തന്നെ കാണിക്കും ആൻസേഴ്സ് ഫുള്ള് ചെയ്തിട്ടില്ല എന്നുള്ളത്. സോ നമുക്ക് ഓപ്ഷൻസും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വെറുതെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടെ ചെക്ക് ചെയ്തോളാം. അപ്പം 100 മാർക്കിനുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതാണ് സെക്കൻഡായിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ തേർഡ് പോയിൻ്റ്, ടേക്ക് യുവർ ഓൺ ടൈം ആൻഡ് സെലക്ട് ദി ബെസ്റ്റ് ഓപ്ഷൻ വൈസ്ലി. അതായത് നമുക്ക് ഇപ്പോൾ മണിക്കുട്ടി ഓടുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ 3 അവർ ടൈം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ടൈം ഇങ്ങനെ കുറയുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കത്തലുണ്ട്. ശരിയല്ല? ഇപ്പം നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതുന്ന ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് നോക്കിയറിയാം, ചിലപ്പോൾ ചിലരൊക്കെ 1.5 മണിക്കൂർ കൊണ്ടും 1 മണിക്കൂർ കൊണ്ടൊക്കെ പരീക്ഷ എഴുതി തീർക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് എഴുതുമ്പോൾ ടെൻഷനില്ല, ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഫുൾ ആൻസർ ശരിയായില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ആ ഒരു ധാരണയും കൂടെ ഉള്ളിലുള്ളത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ആൻസറൊക്കെ ചെയ്ത് വെക്കും. സോ 1 അവറിൽ സംഭവം കംപ്ലീറ്റ് ആയി പോകും. പക്ഷേ മെയിൻ എക്സാമിന് അങ്ങനെയല്ല. നമ്മളെല്ലാ കാര്യങ്ങളും ആലോചിച്ച്, ചിലപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കും. ചിലപ്പോൾ അത് എടുക്കേണ്ടതെന്ന് നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ എന്നാലും ഇവിടെ എടുക്കണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ആ ടൈം ഇങ്ങനെ കുറയുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ വരും. അയ്യോ, പെട്ടെന്ന് എഴുതി തീർക്കണമല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ ഓർക്കുക, നമ്മളിതിനു മുമ്പ് എക്സാം എഴുതുന്നുണ്ട്. ഇനി ഫസ്റ്റ് ടൈം എഴുതുന്നവരാണെങ്കിൽ 3 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. ആ 3 മണിക്കൂറിൽ സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ വാച്ചിൽ നോക്കിയാലും നമുക്ക് കാണാം. അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. സോ നല്ല രീതിയിൽ
ഓപ്ഷൻസ് ടേക്ക് ചെയ്യുക. പിന്നെ നമുക്ക് അറിയാത്ത ഒരു ക്വസ്റ്റ്യന് ഇപ്പം നമ്മൾ ആൻസർ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3 lakh ആണ്. ആ 3 lakhനോട് സിമിലർ ആയിട്ടുള്ള ഒരു ആൻസർ നമ്മുടെ ഓപ്ഷനിലുണ്ട്. പക്ഷെ നമുക്ക് ആ ഓപ്ഷനിലുള്ള പക്ക ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ അസംഷൻ ഒക്കെ നടത്താം. നമ്മൾ ടോട്ടൽ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനോട് സാമ്യമുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതാണ് ഓൺലൈൻ എക്സാമിന് ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. വൈസ്ലി നമുക്ക് സെലക്ട് ചെയ്യാം. ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആൻസർ ശരിയായാൽ നമ്മൾ വിചാരിക്കാതെ തന്നെ നമുക്ക് 2 മാർക്കോ 4 മാർക്കോ കിട്ടും. ഓക്കെ, അപ്പോൾ ടേക്ക് യുവർ ഓൺ ടൈം ആൻഡ് സെലക്ട് ദി ബെസ്റ്റ് ഓപ്ഷൻ വൈസ്ലി. അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, മേക്ക് ഷുവർ ദാറ്റ് യു ടേക്കൺ യുവർ ID കാർഡ്. ID കാർഡ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ആധാർ കാർഡ് നിങ്ങൾ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്കൊരു രജിസ്ട്രേഷൻ ID കാർഡ് ഇല്ലേ, അതും കൂടെ എടുത്ത് വെച്ചേക്കുക. നമ്മൾ ഒന്നിനൊരു കുറവ് വരുത്തേണ്ട, നമ്മളെല്ലാം എടുത്തു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. തലേന്ന് തന്നെ നിങ്ങൾ ഇപ്പോൾ സെൻറ്ററിൽ പോയി എഴുതുന്ന ആളുകളാണെങ്കിൽ ബാഗിലെടുത്ത് വെച്ചേക്കുക. ഹോം ബേസ്ഡ് എക്സാം എഴുതുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അടുത്തുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. എക്സാം തുടങ്ങി കഴിഞ്ഞിട്ട് അത് എടുക്കാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഓക്കെ, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്ങാണ്, മറന്നു പോകരുത്. ദെൻ കോൺസെൻട്രേറ്റ് ഓൺ യുവർ സിസ്റ്റം, ഡോണ്ട് ലുക്ക് സംവൺ വൈൽ റൈറ്റിംഗ് എക്സാം. അതായത് നമ്മൾ സിസ്റ്റത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ലാപ്ടോപ്പ് ആയാലും ഇപ്പോൾ PC ആയാലും അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സാം എഴുതുക. ഇപ്പോൾ അടുത്തൊരു സിസ്റ്റത്തിലൊരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോൾ അവർക്ക് പവർ ഫെയിലിയർ ആവുമോ എന്തെങ്കിലും ഒക്കെ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും അങ്ങോട്ട് നോക്കും. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എഴുതുന്ന ടൈമിൽ, എക്സാം എഴുതുന്ന ടൈമിൽ നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിനിയിപ്പോൾ അപ്പുറൊരാളുടെ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നോക്കിയതൊന്നും നമുക്ക് ഭാവിയിൽ അങ്ങ് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കോപ്പി അടിച്ചു എന്നാവും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നോക്കാനൊന്നും പോകണ്ട. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സിസ്റ്റത്തിൽ ആ 3 അവർ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന് എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് എഴുതുക. അപ്പുറം ഇപ്പുറം എന്ത് സംഭവിക്കുന്നോ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് കൺസിഡർ ചെയ്താൽ നമുക്ക് തന്നെയാണ് ദോഷം. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഫിസിക്കൽ എക്സാം പോലെ അല്ല ഓൺലൈൻ എക്സാം. ഇങ്ങനൊരു കണ്ടീഷൻ നമ്മളോട് പറയുന്നതുകൊണ്ട് ആ നടക്കുന്ന സിറ്റുവേഷനിലേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ തിരിഞ്ഞ് നോക്കും. പക്ഷെ അങ്ങനെ മാക്സിമം നോക്കാതിരിക്കുക, അതിനകത്തോട്ട് ഇടപെടാതിരിക്കുക. ഓക്കെ, പിന്നെ ടേക്ക് ഓൾ നെസസറി തിങ്സ് ലൈക്ക് പെൻ, പെൻസിൽ, കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ എക്സെട്ര. പെൻസിലിൻ്റെ ആവശ്യം അത്ര വരില്ല, എന്നാലും എടുത്തോളൂ. പെന്നും കാൽക്കുലേറ്ററും ID കാർഡും മൊബൈൽ ഫോൺസും ഒക്കെ എടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ എൻഷുർ ചെയ്ത് വയ്ക്കുക. അതൊരിക്കലും വിട്ടുപോകരുത്. കാൽക്കുലേറ്റർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ പുറകിൽ ഉണ്ടാവുകയെന്ന്. സോ കാൽക്കുലേറ്റർ എടുത്ത് വയ്ക്കുക. പിന്നെ പെന്നും ID കാർഡും മൊബൈൽ ഫോണും എല്ലാം കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഉറപ്പ് വരുത്തുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ മസ്റ്റ് ബി ദെയർ ഇൻ യുവർ ഫോൺ. നിങ്ങൾ കൊണ്ടുപോകുന്ന ഫോൺ ഏതാണോ ആ ഫോണിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തിരിക്കുന്ന രജിസ്റ്റേർഡ് നമ്പറും രജിസ്റ്റേർഡ് ഇമെയിൽ IDയും അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എൻഷുർ ചെയ്ത് വയ്ക്കുക. കാരണം നമുക്ക് അതിനകത്തേക്കാണ് IDയും പാസ്വേഡും വരുന്നത്. സോ ആ ഫോണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതൊരിക്കലും വിട്ടുപോകരുത്. ഫോൺ എടുക്കാൻ സാധാരണ മറക്കാറില്ല, പക്ഷേ കൊടുത്തിരിക്കുന്ന രജിസ്റ്റേർഡ് നമ്പറും കൊടുത്തിരിക്കുന്ന ഇമെയിലും അതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇഫ് എനി ഡൗട്ട് ഒക്കേഴ്സ് ദെൻ കോൺടാക്ട് യുവർ പ്രോക്ടർ. എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ പ്രോക്ടറിനെ കോൺടാക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നിരിക്കുന്നത്. നമ്മളധികം പാനിക് ആവാൻ നിൽക്കരുത്. ചുറ്റുമുള്ള ആളുകളോട് ചോദിക്കാനും പോകണ്ട. നമുക്ക് അങ്ങനെ ഒരാളെ കോൺടാക്ട് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ആളോട് ചോദിക്കുക, ആ ആളോട് കാര്യങ്ങൾ പറയുക. ഓക്കെ, അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ടൈം ബാലൻസിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ടൈം ബാലൻസിങ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും ഓഡിറ്റ് ആദ്യം എഴുതുക. കാരണം ഓഡിറ്റ് തിയറിയാണ്. അത്യാവശ്യം കോൺഫിഡൻസോട് കൂടി നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ് തിയറി. സോ തിയറി ഫസ്റ്റ്, അതായത് ഓഡിറ്റ് ഫസ്റ്റ് എഴുതിയിട്ട് കമ്പനി അക്കൗണ്ട്സ് എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലോട്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ ലോട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല. പിന്നെ ഷെഡ്യൂൾ 3യും നമുക്ക് എഴുതാൻ കുറച്ച് ടൈം എടുക്കുമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക ലോട്ടിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണെന്ന് തോന്നിയ ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. അതിനുശേഷം ഏറ്റവും അവസാനം നിങ്ങൾക്ക് പാടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ടൈം ബാലൻസിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ആദ്യമേ കമ്പനി അക്കൗണ്ട്സ് എഴുതി തുടങ്ങി, 3 അവർ എക്സാമാണ്. ആ കമ്പനി അക്കൗണ്ട്സ് എഴുതി തുടങ്ങി അറൗണ്ട് ഒരു 1.5 hours കൂടുതൽ നമ്മൾ കമ്പനി അക്കൗണ്ട്സിന് വേണ്ടി ടൈം എടുത്തു. അങ്ങനെ ടൈം എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ശരിക്കും പാനിക് ആവും. കാരണം നമുക്ക് ഓഡിറ്റ് നന്നായിട്ട് അറിയാമായിരുന്നു. സോ അറിയാവുന്ന വിഷയം നിങ്ങൾ നന്നായിട്ട് എഴുതുക. അറിയാൻ പാടില്ലാത്ത, ഇപ്പോൾ കമ്പനി അക്കൗണ്ട്സിൽ എഴുതുമ്പോഴും നിങ്ങൾ അറിയാവുന്ന ലോട്ട് ഫസ്റ്റ് എഴുതുക.
അറിയില്ല എന്നുള്ള ലോട്ട്. പിന്നെ തിയറി എഴുതാനാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അത് നന്നായിട്ട് അറിയില്ല, പ്രോബ്ലംസ് നന്നായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ തിയറി എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രോബ്ലം തന്നെ എഴുതുക. അപ്പോൾ തിയറി അറിയാമെന്നുണ്ടെങ്കിൽ തിയറിയൊക്കെ എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് ശേഷം അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ എന്ത് എഴുതുക, പ്രോബ്ലം, അതായത് ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് തോന്നിയ ക്വസ്റ്റ്യൻസ് റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആലോചിക്കാനുള്ള ടൈമും കിട്ടും, ചെയ്ത് നോക്കാനുള്ള ടൈമും കിട്ടും. ഇനിയിപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ടെൻഷനാവും, ഈശ്വര ഇനിയും ബാക്കി എഴുതാനുണ്ടല്ലോ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ ഓരോ വിഷയത്തിനും, ഇപ്പോൾ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ ഓഡിറ്റ് ആദ്യം എഴുതാൻ ശ്രമിക്കുക. അതുപോലെ കോസ്റ്റ് ആൻഡ് FM നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് തന്നെ ആദ്യം എഴുതുക. FM ആണ് എളുപ്പം തോന്നിയ FM ആദ്യമേ എഴുതുക. അത് നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തുകൊണ്ട് പോവുക. അതുകൊണ്ട് ടൈം ബാലൻസിങ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ സെൻറ്റർ ബേസ്ഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്കാണ്. ബി ദെയർ ഇൻ യുവർ സെൻറ്റർ അറ്റ്ലീസ്റ്റ് 1 hour ബിഫോർ ദി എക്സാമിനേഷൻ സ്റ്റാർട്ട്സ്. എക്സാമിനേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സെൻറ്ററിൽ നമ്മൾ എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു 1 hour മുമ്പെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. അത് 1 hour മുമ്പ് എത്തണം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ ഫസ്റ്റ് എക്സാമിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ IDയും പാസ്വേഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം നമ്മുടെ എക്സാമിനെ ബാധിക്കരുത്. അത് നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ എക്സാം സെൻറ്ററിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും മോസ്റ്റ് ആയിട്ട് സെൻറ്റർ ബേസ്ഡ് എക്സാം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് ബ്രിങ് വാട്ടറാണ്. കാരണം ഈ പറയുന്നോണം ടെൻഷൻ അടിക്കുന്ന ഒരു സുഹൃത്താണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കൊരു ടെൻഷൻ വരും. അപ്പോൾ പിന്നെ വാട്ടർ എടുക്കാം എന്നുള്ള കാര്യം കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം എടുത്തോളുക. അതിനിപ്പോൾ ഒരു കാരണം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ മറ്റൊന്നും നോക്കുന്നില്ല, കാരണം അവർക്ക് നമ്മളെ കാണാമല്ലോ. അതുകൊണ്ട് വെള്ളമൊക്കെ എടുത്തോളുക. ദെൻ ലാസ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ട്രൈ ടു അവോയ്ഡ് ഡിസ്കഷൻ വിത്ത് യുവർ ഫ്രണ്ട്സ്. കാരണം ഇതെന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ, എനിക്ക് കിട്ടുന്ന 1, 2, 3 ആയിരിക്കില്ല എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് കിട്ടുന്നത്. അവർക്ക് ചിലപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവളുടെ തേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് അറിയാതെ ആൻസർ മാത്രം ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. അത്യാവശ്യം കോൺഫിഡൻറ്റോടുകൂടി പരീക്ഷ എഴുതി ഇറങ്ങിയ എനിക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമ്മളെ ഫർദർ പരീക്ഷയിൽ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് മാക്സിമം സുഹൃത്തുക്കളുമായിട്ടുള്ള ഡിസ്കഷൻ അവോയ്ഡ് ചെയ്ത് കളയുക. എന്തായാലും അറിയാവുന്നത് നിങ്ങൾ എഴുതിയിട്ട് മാത്രമേ അവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എഴുതുന്നതിന് നിങ്ങൾക്ക് എന്തായാലും അതിനൊരു മാർക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഫ്രണ്ട്സുമായിട്ടുള്ള ഡിസ്കഷൻ പരമാവധി അവോയ്ഡ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയുന്നത് പോലെയല്ല, ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ എന്തായാലും സുഹൃത്തുക്കളോട് ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുള്ള ആളായതും കൊണ്ട് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. സോ ഫ്രണ്ട്സുമായിട്ടുള്ള ഡിസ്കഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഓൺലൈൻ എക്സാമിന് പോകുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ ബിലീഫൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നോ ആ ദൈവത്തിനെ നന്നായി പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ പോവുക. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഓൺലൈൻ എക്സാം ആണെന്നുള്ള കാര്യങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ടും ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റൊക്കെ എഴുതി അത്യാവശ്യം കോൺഫിഡൻസോടുകൂടി പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അഡ്വാൻസ്ഡ് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടഫ് ക്വസ്റ്റ്യൻ വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. ആ ധൈര്യം വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇച്ചിരി കട്ടിയുള്ള 1-2 അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ചെയ്ത് പഠിക്കുമ്പോൾ ഇനി നമ്മുടെ ഭാഗ്യം കൊണ്ട് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ ധൈര്യം ഉണ്ടാവും. ഓക്കെ, ഇപ്പം പ്രത്യേകിച്ച് ടാക്സിൻ്റെ കേസാണ്. ടാക്സിൻ്റെ കേസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. അതൊക്കെ നല്ലപോലെ നോക്കിയതിന് ശേഷം മാത്രം പോവുക. ഓക്കെ, നിങ്ങൾ പക്കയായിട്ട് പോവുക. കാരണം നമുക്ക് 1 year പഠിക്കാൻ കിട്ടി. ഇതിൽ കൂടുതൽ നമുക്ക് എവിടെയും ടൈം കിട്ടില്ല. എന്തായാലും ജനുവരിയിലെ എക്സാമിൽ പാസ്സാവും എന്നുള്ള കാര്യത്തിൽ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെ നിങ്ങളെല്ലാവരും പരീക്ഷ എഴുതാൻ പോവുക. ഓക്കെ, എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു എക്സാമിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. Okay, thank you and all the best for your exams.